കണ്ടാ ഇത് നല്ലോണം പഴുത്തിട്ടുണ്ട് കേട്ടാ. ഇത് വിളവെടുക്കാനുള്ള സമയമായി. ഇന്നാണ് നമ്മൾ വിളവെടുക്കുന്ന. അപ്പൊ നമുക്ക് വിളവെടുക്കാം. ഇത് നോക്കിയേ, നമ്മ അമ്പഴങ്ങ എല്ലാം പഴുത്തിട്ടുണ്ട്. ഇതാണ് ചെറിയൊരു തൈയാണ്. ഇത് ചെറിയൊരു ചട്ടിയിലാണ് നട്ടിരിക്കുന്ന. ചെറിയൊരു ഡ്രമ്മിൽ നട്ടിരിക്കുകയാണ്. അതാൾക്ക് അന്ന് മുതലേ ഇത് പിടിച്ചു തുടങ്ങുമായിരുന്നു. നാദ്യം തിന്നായിരുന്നേ പിച്ചി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അമ്പലങ്ങ എന്ന് പറഞ്ഞതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മേളിൽ കയറുമ്പോ പിച്ച് പിച്ച് തിന്നുവേ. നോക്ക് അതെ, ഇത് നല്ല വിളഞ്ഞതാ. ഇതൊക്കെ ഇത് കണ്ട, ഇത് നല്ല വിളഞ്ഞതാ. നമ്മള് പച്ചക്ക് അത് നല്ല വിളഞ്ഞ പച്ചക്ക് കഴിക്കാനും നല്ലതാ, ഉപ്പിലിട്ട് കഴിക്കാനും നല്ലതാ. അതാണ്ട് ചെറിയൊരു പുളിയുണ്ട്. ചെറിയൊരു ഞാൻ പ്ലാസ്റ്റിക് ഡ്രമ്മിൽ വെച്ചിരിക്കുകയാണ്. അതാണ് ഈ ചെടി മുമ്പ് നടന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കണ്ട, അതിപ്പം അന്ന് മുതലേ ഇത് കായാണ്, കാ പിടിക്കുകയാണ്. അപ്പൊ ഇതൊന്ന് വിളവെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് കയറുമ്പോ ഇവര് പറിച്ച് തിന്നാറുണ്ട്. പച്ചക്കാണെങ്കിലും നല്ല ടേസ്റ്റാ. ഇത് അച്ചാറിനൊന്നും പോകത്തില്ല. അതിനു മുന്നേ വെറുതെ കടിച്ച് കഴിക്കാം. തീർന്നോ? അപ്പൊ നമ്മൾ ചട്ടിയിലൊക്കെ നിൽക്കുമ്പോ നമുക്ക് ഇത്രയൊക്കെ കിട്ടത്തുള്ളു. ആ, എങ്കിലും നമ്മള് സ്ഥലപരിമിതി ഉള്ളവർക്ക് നമുക്ക് ഇതുപോലെ ഡ്രമ്മിൽ വളർത്താം. ഈ ഒത്തിരി ഒരു വിളവ് കിട്ടും. എന്നാലും നമ്മുടെ കൊതിക്ക് കഴിക്കാനുള്ള അമ്പഴങ്ങയൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കഴിക്കാം. വിളഞ്ഞെടുത്ത് കഴിക്കും. നല്ല വിളഞ്ഞത്, അത് പുളിയാ. നല്ല വിളഞ്ഞെടുത്ത് കഴിക്കാം. നിങ്ങൾ വിളയാത്തതും കൂടി വിളവെടുത്ത് ഞാൻ കാണിച്ചു തരാം. നോക്കട്ടെ, ഇത് നല്ല വിളവായതാ. ഇതൊന്ന് കഴിച്ചു നോക്ക്. ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് കഴിക്കാനും നല്ലതാ. പുളി കണ്ടോടി വെക്കട്ടാ. നീ ചെറുതാ കഴിച്ചത്. വിളവ് ഞാൻ തന്ന വലുതെന്ത് ചെയ്യാ, അതെടുത്ത് കഴിക്ക്. അതെടുത്ത് കഴിക്ക്. ഇച്ചിരി ഉപ്പും മുളക് പൊടി ഇട്ട് കഴിച്ചാൽ മതി. സ്കൂളിൽ ഷിഫാന ഉണ്ട്. ഞങ്ങൾ ഇത് കണ്ട, ഇത് ഉപ്പും മുളക് ഇട്ടാൽ നല്ല ടേസ്റ്റാ. പിന്നെ ഇത് അച്ചാറിടാം, ഉപ്പിലിടാം, അങ്ങനെ കൊറേ ഇത് വെച്ച് ഇടാൻ പറ്റും. കൊറേ ഉപ്പിലിട്ടാ നല്ല ടേസ്റ്റാ. നമുക്ക് ഉപ്പും മുളക് ഇട്ട് കഴിച്ചാലാ? മുളക് ഇടാം. അരിയാവോ? അരിയാം. നല്ലോണം നമുക്കൊന്ന് കഴുകിട്ട് പിടി. വെള്ളം കള. ഉപ്പുമുളക് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടേ. ഇതൊന്ന് അരി. ഇത് നല്ല വിളഞ്ഞതാ. ഇവിടെ വിളയും. അല്ല, പ്രത്യേകത ഒന്നും അരിയില്ല. അച്ചാറിട്ടാലും നല്ലതാ. ഇത് നമ്മൾ ഉപ്പും മുളകും കൂട്ടി കഴിക്കുമ്പം ഈ പുളി അത്ര അറിയത്തില്ല. അവൾ കടിച്ചതിൻ്റെ ബാക്കിയാണ്. അല്ലാതെ എനിക്കൊരെണ്ണം കഴിക്കാൻ തരുമോ? അല്ലാതെ എനിക്കൊരെണ്ണം. നേരത്തെ അറിഞ്ഞത് അരിയില്ലായിരുന്നു കേട്ടോ. ഇതിനകത്ത് ഒരു അരിയുണ്ട്. അരിയല്ല, ഒരു കട്ടി. അരിയൊന്നുമല്ല അത്. അല്ലാതെ എനിക്കൊരെണ്ണം കഴിക്കാൻ തരുമോ? തരാല്ലേ. കുറച്ച് 2-3 നമുക്ക് അരിയാം. ചൂടെ നിന്നാ ചൂടെ വിളവും. കിളികളൊക്കെ കൊണ്ടുപോകണം. അതാണ് പിന്നെ ഞങ്ങളങ്ങ് വിളവെടുത്തത്. നോക്ക്, കൊള്ളാമെന്നോ നോക്കൂട്ടാ. ഇപ്പൊ പൊളിക്കുന്നോ? നോക്ക്, പൊളിക്കുന്ന. നേരത്തെ പുളിയെന്നോണം ഓടിയ, ഇപ്പൊ കഴിക്കുന്ന കേട്ടാ. ചുമ്മാ അഭിനയാ. എരിയുള്ള മുളക് പൊടിയാ. കാശ്മീരി ചില്ലി ഇല്ലായിരുന്നു. എരിയും ഉപ്പും എല്ലാം കൂടെ ആകുമ്പോൾ നല്ലതാണ്.